ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോ കാണാൻ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയുള്ളൊരു സെറ്റ് കമ്മലും മാലയുമാണ്. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അതിന് മുന്നായി എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഫുൾ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സജഷൻസ് എല്ലാം കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പൊ നമുക്കിനി അതെങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയും ഞാൻ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാണാം. നമുക്കിന്ന് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ചെയിൻ വേണം, ക്രിസ്റ്റൽ ബീഡ്സ്, ഗോൾഡൻ കളർ ചെറിയ ബീഡ്സ് ആണ്, സ്മോൾ ബീഡ്സ്, ഹുക്ക്, ജംപ് റിങ്സ്, വട്ടക്കണ്ണി നമ്മൾ ഹുക്ക് കോർക്കാനുള്ളതാണത്. പിന്നെ തിൻ വയർ, ഗോൾഡൻ കളർ തിൻ വയറാണത്, കട്ടർ ആൻഡ് പ്ലെയർ. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഈ ചെയിന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് വാങ്ങിക്കുമ്പോൾ നല്ല ലോങ് ആയിട്ട് 1 മീറ്റർ 2 മീറ്റർ ഒക്കെ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലിപ്പോൾ 40 സെൻറ്റിമീറ്റർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചെയിനിന് നമുക്ക് ഇടയിലിടയിൽ മുത്ത് കോർക്കുന്നതാണ് ഡിസൈൻ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബാക്കിലോട്ട് വരുന്ന ഭാഗം, ഏറ്റവും നമ്മുടെ ഹുക്ക് വരുന്ന ഭാഗം കുറച്ച് ലോങ് ആയിട്ട് 2 പീസ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും ലെങ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കിലോട്ട് വരുന്ന ഭാഗമാണത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റി ബാക്കിയുള്ളത് നമ്മൾ നല്ല ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ബാക്കിലോട്ട് പോകുന്ന കാരണം നമ്മൾ അവിടെ മുത്തൊന്നും കാണില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അവിടെ ഒരുപാട് മുത്ത് കോർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് കുറച്ച് ലോങ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇനി കുറച്ചുകൂടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. അത് നമുക്കിതിങ്ങനെ ഡിവൈഡ് ചെയ്ത് മടക്കി വെച്ച് നോക്കിയിട്ട് അളവെടുക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്കെയിൽ വെച്ചിട്ട് ഒരേ സൈസ് അളന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഗോൾഡൻ കളർ തിൻ വയർ കട്ട് ചെയ്തെടുക്കാം. ഇത് കോർക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ പീസായിട്ട് വലിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഈ ചെയിനിലെ ഫസ്റ്റ് ഹോളിൽ കണ്ടോ കോർക്കുക, അത്രയേ ഉള്ളൂ. അതൊന്ന് അവിടെ ഒന്ന് ചുറ്റി വെച്ചാൽ മതി, കെട്ടൊന്നും വേണ്ട. ഒന്ന് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അഴിഞ്ഞു വരില്ല. ജസ്റ്റ് ചുറ്റി വെക്കുക, എന്നിട്ട് നമുക്ക് മുത്ത് കോർക്കാം. മുത്ത് കോർത്ത ശേഷം വീണ്ടും കുഞ്ഞ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെയിനിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിലോട്ട് കണക്ട് ചെയ്യാണ്. ഒരു ഗോൾഡൻ കളർ ബീഡ്, ഒരു ക്രിസ്റ്റൽ മുത്ത്, പിന്നെ ഈ ഒരു ഗോൾഡൻ കളർ കുഞ്ഞ ബീഡ് ഉണ്ടല്ലോ. ഇങ്ങനെയാണ് കോർക്കുന്നത്. 3 കോർത്ത ശേഷം വീണ്ടും ഒരു ചെയിൻ എടുത്ത് ആ ഒരു പീസ് ചെയിനിൽ നമ്മൾ കോർക്കാം. ഇതിൽ കോർത്ത ശേഷം ഈ വയർ നമ്മൾ തിരിച്ച് മുത്തുകളുടെ ഉള്ളിൽ കൂടെ തന്നെ ബാക്കിലോട്ടാണ് കോർക്കുന്നത്. ബാക്കിലോട്ട് കോർത്ത് വലിച്ച് നല്ല ടൈറ്റ് ചെയ്യണം. നല്ല ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന വയർ കട്ട് ചെയ്തെടുക്കാം. ഒട്ടും ഗ്യാപ്പ് വരരുത്. മുത്തുകൾ ചെയിനിനോട് ചേർന്നിരിക്കുന്ന പോലെ, അത് നമ്മൾ ഈ കോർക്കുന്ന വയർ കാണാൻ പാടില്ല. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതിന് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കാണാതെ നല്ല വലിച്ച് ടൈറ്റ് ചെയ്ത ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് സംഭവം. നമ്മളിത് ഒരു ഭാഗത്ത് ഒരു മുത്ത് കോർത്ത് കഴിഞ്ഞു. ഇതേപോലെ നമ്മുടെ മാല മുഴുവൻ കോർത്തെടുക്കണം. അപ്പം നമുക്ക് വേഗം അതൊന്ന് കോർത്തെടുക്കാം. ഈ ക്രിസ്റ്റൽ ഞാൻ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാകും തോന്നിയ കാരണം റെഡ് എടുത്തിരിക്കുന്നത്. ഇത് വെള്ള മുത്ത് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം, ഇഷ്ടമുള്ള കളർ. അപ്പോൾ എല്ലാ മാലയിലും ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, ക്രിസ്റ്റലാണെങ്കിലും അതെ, വേറെ ബീഡ്സ് ഏതെങ്കിലും മുത്തുകളാണെങ്കിലും
നമുക്ക് ഇഷ്ടമുള്ള കളറ്, ഇഷ്ടമുള്ള സൈസ്, വലിയ മുത്ത് വേണമെങ്കിലും എടുക്കാം, ചെറുത് വേണമെങ്കിലും എടുക്കാം. അവരവരുടെ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡിൽ തന്നെ ഈ മാല കട്ട് ചെയ്തിട്ട് നമ്മൾ ഇടയിൽ മുത്ത് കോർക്കുന്ന ഡിസൈൻ തന്നെ കുറേ വെറൈറ്റി ഡിസൈൻസ് ഉണ്ട്. ഞാൻ എല്ലാം ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും ചെറിയ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ഇതാണ്. നമ്മളെല്ലാ മുത്തും കോർത്ത് കഴിഞ്ഞു. നമ്മൾ കട്ട് ചെയ്ത പീസുകളെല്ലാം ജോയിൻ ചെയ്തു. ഇടയിൽ മുത്തുകൾ കോർത്ത് നമ്മൾ ജോയിൻ ചെയ്തു. ഹുക്ക് കോർക്കാണ്. ഹുക്ക് കോർക്കാൻ 2 വട്ടക്കണി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്നു. അതിലൊന്നെടുത്ത് ജസ്റ്റ് ഒന്ന് അകത്തിയിട്ട് ഈ ചെയിൻ്റെ എൻഡിങ്ങിൽ നമ്മളത് കോർക്കുകയാണ്. കോർത്ത ശേഷം പ്ലെയർ വെച്ചതൊന്ന് ക്ലോസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുക. അത് അഴിഞ്ഞു വരാത്ത പോലെ ഈ റിങ് ഒന്ന് നന്നായി ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഇതേപോലെ തന്നെ മറ്റേ ഭാഗത്ത് കൂടി ചെയ്യാം. അതിന് ശേഷം നമുക്ക് അതിലോട്ട് ഹുക്ക് കോർക്കാം. ഹുക്ക് കോർത്ത ശേഷം ഈ വട്ടക്കണ്ണി എടുത്ത് നമ്മൾ ചെയിനിൽ കോർത്താൽ മതി. അതും കോർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാല റെഡിയാണ്. അപ്പോൾ ഹുക്ക് കോർത്ത് കഴിഞ്ഞു. നല്ല ഭംഗിയുള്ള, സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈൻ. ഇപ്പോൾ മാല റെഡിയായി. ഇനി നമുക്കിതിനൊരു സെറ്റായിട്ടൊരു കമ്മൽ കൂടി ഉണ്ടാക്കാം. നമുക്കിനി നെക്സ്റ്റ് കമ്മൽ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഈ മാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതൊന്നും ആരും മറക്കരുത്. നമുക്ക് കമ്മൽ കൂടി ഉണ്ടാക്കുന്നത് നോക്കാം. കമ്മൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സ്, ഗോൾഡൻ കളർ ബീഡ്സ്, ഒരു ഹെഡ് പിൻ, ഇത്രയും മതി. വേറൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ഗോൾഡൻ ബീഡ് ആദ്യം കോർക്കുന്നു, ക്രിസ്റ്റൽ കോർക്കുന്നു, വീണ്ടും ഗോൾഡൻ കളർ ബീഡ് കോർക്കുന്നു. അതിനുശേഷം ലെയർ വെച്ചിട്ട് ഈ ഹെഡ് പിന്നിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ലൂപ്പ് ഉണ്ടാക്കുകയാണ്. ജസ്റ്റ് അവിടെ തിരിച്ചൊരു ലൂപ്പ് ഉണ്ടാക്കിയ ശേഷം നമ്മുടെ ഇയർ ഹുക്കിൽ അത് കോർക്കാം. ഇയർ ഹുക്കിലോട്ട് കോർത്ത ശേഷം അത് അകത്തിയതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളതെല്ലാം ഒന്ന് ക്ലോസ് ചെയ്യുക. ഊരി വരാത്ത വിധത്തിൽ എല്ലാം ടൈറ്റായി ക്ലോസ് ചെയ്ത ശേഷം ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മൽ റെഡിയായി. അങ്ങനെ മാലയും കമ്മലും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയുള്ള, സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.